ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമൻ നാരായണീയം ദശകം 95 ധ്യാനയോഗം 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. ശ്ലോകം 6. ചിത്താർദ്രീഭാവമുച്ചൈർ വപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധ്യേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവദ് തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയാ തർക്കകോട്യാ. അർത്ഥം: ഉച്ചൈ ഉയർന്ന അവസ്ഥയിൽ, ചിത്താർദ്രീഭാവം മനസ്സിൻ്റെ അലിവ്, വപുഷി ശരീരത്തിൽ, പുളകം ച രോമാഞ്ചവും, ഹർഷബാഷ്പം ച സന്തോഷബാഷ്പവും, ഹിത്വ ഉപേക്ഷിച്ചിട്ട്, ചരണം മനസ്സ്, കഥം വാ എങ്ങനെയാണ്, ശുദ്ധ്യേത് നിർമ്മലമാവുക, വീതഭക്തേ ഭക്തിയില്ലാത്തവന്, ബഹുതപസ വലിയ തപസ്സുകൊണ്ടും, വിദ്യയ വിദ്യ കൊണ്ടും, കിമു എന്തു ഫലം കിട്ടുന്നു, അയം ഈ, ആത്മാ ആത്മാവ്, ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാന അങ്ങയെക്കുറിച്ചുള്ള ഗാനങ്ങളുടെ ആസ്വാദനമാകുന്ന സിദ്ധാഞ്ജനത്താൽ തുടരെ ശുദ്ധമായി തീരുന്ന, തത്വസൂക്ഷ്മം തത്വമാകുന്ന ബ്രഹ്മത്തെ, ചക്ഷുർവത് കണ്ണ് എന്ന പോലെ, ഭജതി എങ്ങനെ ഭജിക്കുന്നുവോ, തഥാ അപ്രകാരം, അഭ്യസ്തയ നല്ല പോലെ പഠിച്ച, തർക്കകോട്യ വിചാരസഹസ്രങ്ങൾ കൊണ്ട്, ന തു ഉണ്ടാകുന്നില്ല. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ചിത്താർദ്രീ ഭാവം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ഉച്ചൈർ വപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധ്യേത്, ധ്യേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കഥം, ഥം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വാ കിമു ബഹു തപസാ വിദ്യയാ വീതഭക്തേ, അവിടെ വിസർഗം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത് ഗാഥാസ്വാദ, ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സിദ്ധാഞ്ജന, ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഞ ജ എന്നാണ് സിദ്ധാഞ്ജന, ഞ്ച എന്നുള്ളത്. സതതമരീം ഋജ്യമാന അയം ചേർത്ത് ചൊല്ലുമ്പോൾ ഋജ്യമാനോയം ആത്മാ ചക്ഷുർവത്, ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തത്വസൂക്ഷ്മം, ക്ഷ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഭജതി, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ന തു തഥാഭ്യസ്തയ, തഥാ ഥ എന്നുള്ള അക്ഷരം അതേപോലെ ഭ്യ എന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തർക്കകോട്യ. ചിത്താർദ്രീഭാവമുച്ചൈർ വപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധ്യേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവത് തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയാ തർക്കകോട്യാ. 7ാമത്തെ ശ്ലോകം. ധ്യാനം തേ ശീലയേയം സമതനുസുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷ പൂരകാദ്യൈ ചിതപവനപഥശ്ചിത്തപദ്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിധുശിഖിനഃ സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധരശ്യാമളം കോമളാംഗം. അർത്ഥം:
തേ അങ്ങയുടെ ധ്യാനം ശീലയേയം ഞാൻ പരിശീലിക്കുന്നുണ്ട്. സമതനു സുഖബദ്ധാസന ശരീരത്തെ നിവർത്തി സമമാക്കി വെച്ച് സുഖമായ ആസനത്തോടു കൂടിയവനായി. നാസികാഗ്രന്യസ്താക്ഷ നാസികയുടെ അറ്റത്തു വെച്ച കണ്ണോടു കൂടിയവനായും. പൂരകാദികളായ പ്രാണായാമത്താൽ ജിതപവനപഥ ശ്വാസമാർഗത്തെ ജയിച്ചവനായും. അവാഞ്ചം കീഴ്പോട്ട് മുഖമായിരിക്കുന്ന ചിത്തപദ്മം അനാഹത പദ്മത്തെ ഊർധ്വാഗ്രം മുഖം മുകളിലേക്കാക്കിയിട്ട് ഭാവയിത്വ ഭാവന ചെയ്തിട്ട് രവി വിധു ശിഖിന സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയെ ഉപരിഷ്ടാത് യഥാക്രമം ഒന്നിനു മുകളിലൊന്നായി സംവിചിന്യ സങ്കൽപ്പിച്ചിട്ട് തത്രസ്ഥം അതിങ്കലിരിക്കുന്നവനും. സജലജലധര ശ്യാമളം വെള്ളത്തോടു കൂടിയ മേഘം പോലെ കറുത്ത നീല നിറമുള്ളവനും. കോമളാംഗം കോമള ശരീരനുമായ ത്വാം അങ്ങയെ ഭാവയെ ഞാൻ ധ്യാനിക്കും. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ധ്യാനം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ ബദ്ധാസനോ എന്നുള്ളതിൻ്റെ ഥാന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നാസികാഗ്രന്യസ്താക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അവിടെ വിസർഗം. പൂരകാദ്യൈർ ജിത പവനപഥശ്ചിത്ത എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പദ്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭാവയിത്വ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. രവി വിധു എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. ശിഖിന അവിടെ വിസർഗം ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ സംവിചിന്യോപരിഷ്ടാത് എന്നുള്ളതിന് എന്നുള്ളതിന് 2 സ വേണം ചേർത്ത് ചൊല്ലുമ്പോൾ. ഇവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ 1 സ എന്ന് മതി. തത്രസ്ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭാവയെ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത്വാം സജല ജലധര ശ്യാമളം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കോമളാംഗം ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷ പൂരകാദ്യൈ ജിതപവനപഥശ്ചിത്തപദ്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വ രവിവിധുശിഖിന സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധര ശ്യാമളം കോമളാംഗം. 8ാമത്തെ ശ്ലോകം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസത്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം. ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംഭോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. അർത്ഥം: ആ നീലശ്ലക്ഷ്ണകേശം നീലിച്ച മസൃണമായ തലമുടിയോടു കൂടിയവനും ജ്വലിത മകര സത്കുണ്ടലം ചെവിയിൽ ഉജ്ജ്വലമായ കുണ്ടലങ്ങൾ അണിഞ്ഞിരിക്കുന്നവനും മന്ദഹാസസ്യന്ദാർദ്രം മന്ദഹാസ ഒഴുക്കുകൊണ്ട് ആർദ്രനും കൗസ്തുഭ ശ്രീപരിഗത വനമാലോരുഹാരാഭിരാമം കൗസ്തുഭശോഭ കലർന്ന വനമാല കൊണ്ടും വലിയ മുത്തുമാലകൾ കൊണ്ടും മനോഹരനും ശ്രീവത്സാംഗം ശ്രീവത്സമെന്ന മറുകുള്ളവനും സുബാഹും ദീർഘങ്ങളായ കൈകളോടു കൂടിയവനും മൃദുലസദുദരം മൃദുവായി ശോഭിക്കുന്ന വയറോടു കൂടിയവനും കാഞ്ചനച്ഛായചേലം മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നവനും ചാരുസ്നിഗ്ധോരും മനോഹരമായ തുടകളുള്ളവനും അംഭോരുഹലളിതപദം താമര പോലെ മനോഹരമായ പാദങ്ങളോടു കൂടിയവനുമായ ഭവന്തം അവിടുത്തെ
ഭാവയേ അഹം ഞാൻ ധ്യാനിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ആ നീല ശ്ലക്ഷ്ണ ക്ഷണ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കേശം, ജ്വലിത, മകരസത്കുണ്ടലം, ഉണ്ട് എന്നുള്ള നാട് എന്നാണ്. മന്ദഹാസസ്യന്താർദ്രം, കൗസ്തുഭശ്രീ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പരിഗത, വനമാലോരുഹാരാഭിരാമം, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ശ്രീവത്സാംഗം, സ എന്നുള്ളത് സ എന്നാണ്. ശ്രീവത്സാംഗം, സുബാഹും, മൃദു ലസത് ഉദരം, കാഞ്ചന ഛായചേലം, ഛ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ചാരു സ്നിഗ്ധോരും, ഥോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അംഭോരുഹ, ഭോ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ലളിത പദം, ഭാവയേ അഹം ഭവന്തം ചേർത്ത് ചൊല്ലുമ്പോൾ ഭാവയേഹം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭവന്തം എന്നുള്ളതിൻ്റെ ഭ എന്നും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ആ നീലശ്ലക്ഷ്ണകേശം, ജ്വലിതമകരസത്കുണ്ടലം, മന്ദഹാസസ്യന്താർദ്രം, കൗസ്തുഭശ്രീ പരിഗതവനമാലോരുഹാരാഭിരാമം, ശ്രീവത്സാംഗം, സുബാഹും, മൃദുലസദുദരം, കാഞ്ചനച്ഛായചേലം, ചാരുസ്നിഗ്ധോരുമംഭോരുഹലളിതപദം, ഭാവയേഹം ഭവന്തം. 9ാമത്തെ ശ്ലോകം. സർവാംഗേഷ്വംഗ രംഗത്കുതുകമിതി മുഹുർധാരയന്നീശ ചിത്തം, തത്രാപ്യേകത്ര യുഞ്ജേ വദനസരസിജേ സുന്ദരേ മന്ദഹാസേ, തത്രാലീനം തു ചേതഃ പരമസുഖചിദദ്വൈതരൂപേ, വിതന്വന്നന്യന്നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം. അർത്ഥം: ഈശ സർവാധിപതിയായ ഭഗവാനെ, അംഗരംഗത് കുതുകം അംഗങ്ങളിൽ ഉളവാകുന്ന കൗതുകത്തോടുകൂടി, ചിത്തം മനസ്സിനെ, സർവാംഗേഷു സർവാംഗങ്ങളിലും, അതിമുഹു വീണ്ടും വീണ്ടും, ധാരയൻ ധരിച്ചു, തത്രാപി അവിടെയും, മന്ദഹാസേ പുഞ്ചിരി പ്രകാശിക്കുന്നതും, സുന്ദരേ മനോഹരവുമായ, വദനസരസിജേ മുഖാരവിന്ദത്തിലും, ഏകത്ര ഒരിടത്ത്, യുഞ്ചേ ചേരുന്നുണ്ട്, തത്ര അതിൽ, ആലീനം ലയിച്ചിരിക്കുന്ന, ചേത തു മനസ്സാകട്ടെ, പരമസുഖചിദ അദ്വൈതരൂപേ സച്ചിദാനന്ദ അദ്വൈത രൂപത്തിൽ, വിതന്വൻ വച്ചിട്ട്, അന്യത് മറ്റൊന്നിനെ, നോ ചിത്തയേയം വിചാരിക്കുന്നില്ല, മുഹു വീണ്ടും വീണ്ടും, ഇതി ഇപ്രകാരം, സമുപാരൂഢയോഗ യോഗവൃത്തിയുറച്ചവനായി, ഭവേയം ഞാൻ ഭവിക്കുന്നുണ്ട്. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സർവാംഗേഷു അംഗ ചേർത്തിട്ട് സർവാംഗേഷ്വംഗ, അവിടെ നിന്ന് നിർത്താം, ആശ്ചര്യചിഹ്നമുണ്ട്. രംഗത് കുതുകം ഇതി മുഹുർ ധാരയൻ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഈശ ചിത്തം, തത്രാപ്യേകത്ര യുഞ്ജേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ, തത്രാലീനം തു ചേത, അവിടെ വിസർഗമുണ്ട്. പരമ സുഖചിത്, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. അദ്വൈത രൂപേ വിതന്വൻ, അന്യത് നോ ചിന്തയേയം മുഹുർ ഇതി സമുപാരൂഢ, ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. യോഗോ ഭവേയം, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സർവാംഗേഷ്വംഗ രംഗത് കുതുകമിതി മുഹുർധാരയന്നീശ ചിത്തം, തത്രാപ്യേകത്ര യുഞ്ജേ വദനസരസിജേ സുന്ദരേ മന്ദഹാസേ, തത്രാലീനം തു ചേതഃ പരമസുഖചിദദ്വൈതരൂപേ, വിതന്വൻ അന്യന്നോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം.
അടുത്തത് 10ാമത്തെ ശ്ലോകം. ഇത്തം ത്വധ്യാനയോഗേ സതി പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താ ദൂരശ്രുത്യാദയോപി ഹ്യഹമഹമികയാ സമ്പതേയുർമുരാരേ ത്വത്സംപ്രാപ്തൗ വിളംബാവഹമഖിലമിദം നാദ്രിയേ കാമയേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാത്. അർത്ഥം: പവനപുരപതേ, ഗുരുവായൂരപ്പ, മുരാരേ, വിഷ്ണു, ഇത്തം, ഇപ്രകാരം, ത്വധ്യാനയോഗേ സതി, അവിടുത്തെ ധ്യാനയോഗം ഉണ്ടാകുമ്പോൾ, പുന, പിന്നീട്, താ, ആ, അണിമാദ്യഷ്ടസംസിദ്ധയ, അണിമാദികളായ അഷ്ടൈശ്വര്യസിദ്ധികളാൽ, ദൂരശ്രുത്യാദയ, ദൂരശ്രവണം തുടങ്ങിയവയ്ക്ക്, അഹമഹമികയ, ഞാൻ മുമ്പേ എന്ന രീതിയിൽ, സമ്പതേയു ഹി, വന്നുചേരും, അഹം, ഞാൻ, ത്വത്സംപ്രാപ്തൗ, അങ്ങയുടെ പ്രാപ്തിക്ക്, വിളംബാവഹം, വിളംബം വരുത്തുന്ന, അതായത് കാലതാമസമുണ്ടാക്കുന്ന, ഇമം, ഈ, അഖിലം, എല്ലാറ്റിനെയും, ന ആദ്രിയെ, ഇഷ്ടപ്പെടുകയില്ല, ആനന്ദപൂർണം, ആനന്ദമയമായ, ത്വാം, അങ്ങയെ, കാമയെ, ഞാൻ ആഗ്രഹിക്കുന്നു, സർവതാപാത്, എല്ലാ താപങ്ങളിൽ നിന്നും, മാം, എന്നെ, പാഹി, രക്ഷിച്ചാലും. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഇത്തം, ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത്, ധ്യാനയോഗേ, ധ്യ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സതി, പുനർ അണിമാദ്യഷ്ട, ചേർത്ത് ചൊല്ലുമ്പോൾ പുനരണിമാദ്യഷ്ട, സംസിദ്ധയ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്ഥാ, ദൂരശ്രുത്യാദയ അപി, ചേർത്ത് ചൊല്ലുമ്പോൾ ദൂരശ്രുത്യാദയോപി, ഹി അഹം, ഹ്യഹം, അഹമികയ, സമ്പതേയുർ മുരാരേ, ത്വത് സംപ്രാപ്തൗ, ചേർത്ത് ചൊല്ലുമ്പോൾ ത്വത്സംപ്രാപ്തൗ, വിളംബാവഹം അഖിലമിദം, അഖില ഇദം, അഖില എന്നുള്ളതിൻ്റെ ഖീന്ന് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നാദ്രിയേ കാമയേഹം ത്വാം ഏവാനന്ദപൂർണം പവനപുരപതേ, അവിടെ നിന്ന് നിർത്താം, പാഹി മാം സർവതാപാത്. ഇത്തം ത്വധ്യാനയോഗേ സതി പുനരണിമാദ്യഷ്ടസംസിദ്ധയസ്താ ദൂരശ്രുത്യാദയോപി ഹ്യഹമഹമികയാ സമ്പതേയുർമുരാരേ ത്വത്സംപ്രാപ്തൗ വിളംബാവഹമഖിലമിദം നാദ്രിയേ കാമയേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.